ഏറ്റവും ബഹുമാനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, അമ്പലപ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കമാൽക്ക, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ UDF-ൻ്റെ കൺവീനറും KPCC-യുടെ ആക്ടിംഗ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ MM അസൻജി, മറ്റ് ബഹുമാനീയരായിട്ടുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതാനും ജില്ലകളിലും ഏതാനും പാർലമെൻറ്റ് മണ്ഡലങ്ങളിലുമൊക്കെ പ്രസംഗം നടത്താൻ പോയിരുന്നു. ആലപ്പുഴയിൽ എന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കൺവെൻഷനോ പൊതുയോഗമോ പ്രസംഗമോ ആണ് ഇത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ആലപ്പുഴയിൽ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പറയാൻ കഴിയുക. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ ആലപ്പുഴയ്ക്ക് വലിയ ഒരു നിയോഗമുണ്ട് എന്നതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യം. കാരണം കേരളത്തിലെ ഏറ്റവും സമുന്നതരും പ്രഗത്ഭരും, കേരളത്തിൽ തന്നെയല്ല കേരളത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് കേരളം വളർത്തി വിട്ടിട്ടുള്ള, കേരളം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതരായ പ്രഗത്ഭരായ ദേശീയ നേതാക്കളെ കൊടുത്ത മണ്ണാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ മണ്ണ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണിയും എൻ്റെ രാഷ്ട്രീയ ഗുരുവായ ശ്രീ വയലാർ രവിയും, അതിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാലും അടക്കം ഉള്ള ഒരു വലിയ നേതൃനിരയെ കോൺഗ്രസ്സിന് സംഭാവന ചെയ്തതുപോലെ തന്നെ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന CPM-നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാന സമയം അദ്ദേഹം ആലപ്പുഴയെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തേടിയിരുന്നു. അപ്പോൾ ആ നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, രാഷ്ട്രീയ നിയോഗമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇതിനോടകം ഇവിടെ സംസാരിച്ചവർ നമ്മളോടെല്ലാം സൂചിപ്പിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പുകളും നിർണായകമാണ് എന്നത് ശരിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ലോകം വളരെ കൗതുകത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വളരെ ആശങ്കയോടുകൂടിയാണ് ഇന്ത്യയിൽ നടക്കുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിനെ ലോകം നോക്കിക്കാണുന്നത്. കാരണം BJP-യും സംഘപരിവാറും നിരന്തരം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പരിശ്രമിക്കുന്നതും പ്രയത്നിക്കുന്നതും അവർക്ക് 370 അല്ലെങ്കിൽ 400 സീറ്റുകൾ നേടണം എന്ന നിലയിലാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം പകരുന്ന മുദ്രാവാക്യമായി നിങ്ങളതിനെ കാണേണ്ടതില്ല. There is a purpose why they are asking for 370. There is a purpose why they are targeting for 400. കാരണം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു RSS എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് 100 വർഷം, അതിൻ്റെ ശതാബ്ദി തികയാൻ പോവുകയാണ്. 1925-ലാണ് RSS രൂപീകൃതമാകുന്നത്. RSS എന്തുകൊണ്ട് എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പിറവി കൊള്ളുന്നതിന് അതിൻ്റേതായ ഒരു സാഹചര്യമുണ്ടാകും. ആരെങ്കിലും ചുമ്മാ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ആലോചിച്ച് ഞാനൊരു സംഘടന തുടങ്ങിക്കളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആലോചനയുടെ ഭാഗമായി ഒരു സംഘടന പിറവിയെടുക്കുകയല്ല. ഒരു സംഘടന പിറവിയെടുക്കുന്നതിന് അതിൻ്റേതായ ഒരു രാഷ്ട്രീയ കൂടിച്ചേരലുകൾ ഉണ്ടാകണം. ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ടാകുമ്പോഴാണ്, പൊളിറ്റിക്കൽ സർക്കംസ്റ്റൻസിലാണ് ഓരോ സംഘടനയുടെയും പിറവി ഉണ്ടാകുന്നത്. RSS രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? RSS എന്ന സംഘടന രൂപീകരിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയ ചേതോവികാരം എന്താണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഗവേഷണ ബുദ്ധിയോടെ സമീപിക്കുന്ന സമയത്ത്
ഇതിനെക്കുറിച്ച് പഠിക്കാൻ പരിശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും നിരവധി ഭരണകൂടങ്ങളും ഒരുപാട് രാജ അധികാരങ്ങളുമൊക്കെ ഇന്ത്യയെ അടക്കി ഭരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജാധികാരത്തിൽ ഏറ്റവും ഒടുവിലായി ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് 3/4 പങ്കോളം അടക്കി ഭരിച്ചത് മുഗൾ രാജാക്കന്മാരായിരുന്നു. ദീർഘകാലമാണ് മുഗൾ രാജാക്കന്മാർ ഇന്ത്യയിൽ ഭരണം നടത്തിയത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ എന്ന രാജ്യത്തെ അടക്കി ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1-2 വർഷമല്ല, 1-2 ദശാബ്ദമല്ല, 200 വർഷത്തോളം ബ്രിട്ടൻ ഇന്ത്യ അടക്കി ഭരിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ സമയത്തൊന്നും ഇതുപോലൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ സമയത്താണ് ഒരുപക്ഷെ ഈ പീരീഡിലാണ് ഇന്ത്യ രാജ്യത്ത് നിരവധിയായിട്ടുള്ള പുതിയ മതങ്ങൾ ജന്മം കൊണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണ് അത് ആഫ്രിക്കയുടെ മണ്ണ്, അത് അമേരിക്കയുടെ മണ്ണ്, അത് യൂറോപ്പിൻ്റെ മണ്ണ് അല്ല. അഭിമാനത്തോടു കൂടി നമ്മൾക്ക് പറയാൻ കഴിയണം, ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണ് ഭാരതത്തിൻ്റെ മണ്ണാണ്. ഒരു വലിയ മഹായുദ്ധം ജയിച്ച്, കലിംഗ യുദ്ധം ജയിച്ചതിന് ശേഷം ചക്രവർത്തിയായി മാറിയ അശോകൻ രാജകൊട്ടാരത്തിലിരുന്ന് പിന്നീട് അദ്ദേഹം രൂപകൽപ്പന ചെയ്തതും അദ്ദേഹം സമൂഹത്തിന് നൽകിയതും ഒരു പുതിയ ദിനിലാഹി എന്ന പേരിൽ ഒരു മതസിദ്ധാന്തമായിരുന്നു. കപിലവസ്തുവിൻ്റെ പുത്രൻ സിദ്ധാർത്ഥൻ എന്ന ഗൗതമ ബുദ്ധൻ രാജകൊട്ടാരം വിട്ടിറങ്ങി ബോധിവൃക്ഷത്തണലിൽ തപസ് ചെയ്ത് ലോകത്തിന് സംഭാവന ചെയ്തത് ബുദ്ധമതം എന്ന പേരിൽ പുതിയൊരു മതമായിരുന്നു. വർദ്ധമാന മഹാവീരൻ്റെ ജൈനമതമടക്കം ഒത്തിരി ചെറുതും വലുതുമായ മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. അതുമാത്രമല്ല, ലോകത്തെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്ന മതങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. ഞാനൊക്കെ ഇന്ന് വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രൈസ്തവ സുവിശേഷത്തിന് വിളഭൂമിയായ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കോടാനുകോടി ഇസ്ലാം മതവിശ്വാസികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ വാക്കുകളെ 2 കൈയും നീട്ടി സ്വീകരിച്ച മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ക്രൈസ്തവ സുവിശേഷം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. മിഷണറിമാർ ഇന്ത്യ രാജ്യത്ത് മിഷണറി പ്രവർത്തനം നടത്തി. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ക്രൈസ്തവ മതം സ്വീകരിച്ചു. പ്രവാചകന്റെ വാക്കുകളുടെ പിൻഗാമികളായി ഈ രാജ്യത്ത് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും തടിച്ചുകൂടി. ഈ രാജ്യത്ത് പള്ളികളുണ്ടായി, ഈ രാജ്യത്ത് മോസ്കുകളുണ്ടായി, ഈ രാജ്യത്ത് നിസ്കാരങ്ങളുണ്ടായി, ഈ രാജ്യത്ത് ബാങ്ക് വിളി തുടങ്ങി, ബാങ്ക് വിളി മുഴങ്ങി. എവിടെയും RSS ഉദയം ചെയ്തില്ല. എവിടെയും വിശ്വ ഹിന്ദു പരിഷത്തോ ഹൈന്ദവ രാഷ്ട്രീയമോ ഉദയം ചെയ്തില്ല. 1925 എന്തുകൊണ്ടാണ് RSS ഉദയം ചെയ്തതെന്നറിയോ? ഇന്ത്യയുടെ ദേശീയ പ്രക്ഷോഭം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ടേൺ എടുത്തത് 1919 ശേഷമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപക്ഷെ കാലത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ദൗർബല്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ച് ഒരു ധാരയിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയുമായിരുന്നില്ല. ഈ രാജ്യത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ ദൗർബല്യമായി നിന്നത്, ഈ രാജ്യത്തിൻ്റെ ശത്രുവായി നിന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വിചാരധാരയിൽ എഴുതിയതുപോലെ ഈ രാജ്യത്തിൻ്റെ ശത്രു മുസൽമാനല്ല, ഈ രാജ്യത്തിൻ്റെ ശത്രു ക്രൈസ്തവനല്ല, ഈ രാജ്യത്തിൻ്റെ ശത്രു മതവിശ്വാസങ്ങളല്ല. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശത്രുവായിരുന്നത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതിയുടെ ഉച്ച നീചത്വങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ദീർഘകാലം മുഗൾ രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചപ്പോൾ, 200 വർഷക്കാലം ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ ഈ രാജ്യത്ത് ആരാലും വെല്ലുവിളിക്കപ്പെടാതിരുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. അതാണ് സവർണ മേധാവിത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അമ്പലത്തിൽ കയറാൻ അവകാശമില്ല എന്ന് ഒരു സമൂഹത്തോട് പ്രഖ്യാപിച്ചിരുന്ന പ്രത്യയശാസ്ത്രം, വിദ്യ അഭ്യസിക്കാൻ നിങ്ങൾ യോഗ്യരല്ല എന്ന് ഒരു സമൂഹത്തോടും സമുദായത്തോടും പ്രഖ്യാപിച്ചിരുന്ന പ്രത്യയശാസ്ത്രം, എത്ര തലമുറകളാണ്, എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത തലമുറകളാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജന്മമാണ് എന്നും അവൻ്റെ മുമ്പിൽ ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും എൻ്റെ മക്കൾക്കും അവകാശമില്ല എന്ന് സ്വയം വിശ്വസിച്ച് മരിച്ചത്. അമ്പലത്തിൽ കയറിയാൽ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ് എന്ന് സ്വന്തമായി വിശ്വസിച്ച് ഞാനോ എൻ്റെ മക്കളോ ഭാര്യയോ അമ്പലത്തിനടുക്കെ പോകരുതെന്ന് സ്വയം വിശ്വസിച്ച് മരിച്ച് ഇത് ദൈവദത്തമായ നിയമമാണ് എന്ന് വിശ്വസിച്ച് മരിച്ച വലിയൊരു തലമുറ, എണ്ണിയാൽ ഒടുങ്ങാത്ത തലമുറ ഈ രാജ്യത്തുണ്ടായിരുന്നു.
വല്ല ബ്രാഹ്മണ കുട്ടികൾക്കും സംസ്കൃതം ചൊല്ലിക്കൊടുക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടതിൻ്റെ പേരിൽ അവർ എട്ടും പൊട്ടും തെരിയാത്ത കുട്ടികളുടെ ചെവിയിൽ ഈയ മുരുക്കിയൊഴിച്ച് ഒരു തലമുറയോട് മുഴുവൻ വിദ്യ നിനക്ക് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ആ പ്രത്യയശാസ്ത്രം വെല്ലുവിളിക്കപ്പെടുന്നത് എവിടെയാണെന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായി ആ പ്രത്യയശാസ്ത്രം വെല്ലുവിളിക്കപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ തലങ്ങളിലേക്ക് മാറിയപ്പോഴാണ്. 1919 മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഗാന്ധിയുടെ ആദ്യത്തെ പ്രക്ഷോഭം എന്തായിരുന്നു ഓർമ്മയില്ലേ? ഗാന്ധി ആദ്യമായി മുന്നിൽ നിന്ന് നയിച്ച ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെന്റ് ആയിരുന്നു. ഖിലാഫത്ത് മൂവ്മെന്റ് ആർക്ക് വേണ്ടിയായിരുന്നു? ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ പ്രതിയായിരുന്നില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാജ്യത്തിൽ ലക്ഷോപലക്ഷം ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടായിരുന്നപ്പോൾ കോടാനുകോടി ഇസ്ലാം മതവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ആ മതത്തിന്റെ സർവാധിപത്യം എന്ന് പറയാവുന്ന രീതിയിൽ അതിന്റെ ഖലീഫയായിരുന്ന തുർക്കിയിലെ ഖലീഫയെ മാറ്റി എന്നതിന്റെ പേരിൽ ബ്രിട്ടനെതിരെ മതവികാരത്തിലൂന്നിയ, മതവിശ്വാസത്തിലൂന്നിയ മതവികാരം വ്രണപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ സാമാന്യ മുസൽമാൻ തെരുവിലിറങ്ങി നടത്തിയ പ്രക്ഷോഭമാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഖിലാഫത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താണ് കാര്യം? ഖിലാഫത്തിൽ മഹാത്മാഗാന്ധിക്ക് എന്താണ് കാര്യം? സനാതന ഹൈന്ദവ ധർമ്മങ്ങളെ ചേർത്ത് പിടിച്ച മഹാത്മാഗാന്ധിയാണ് ആ മുസൽമാന്മാരുടെ മുമ്പിൽ നിന്ന് ഖിലാഫത്ത് മൂവ്മെന്റിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞത്. അന്ന് RSS രൂപം കൊണ്ടില്ല, അന്ന് RSS ജന്മമെടുത്തില്ല. പിന്നീട് മഹാത്മാഗാന്ധി തിരിഞ്ഞത് ഈ രാജ്യത്തെ അധസ്ഥിതർക്കും ദളിതർക്കും വേണ്ടിയിട്ടായിരുന്നു. ഈ രാജ്യത്ത് തലമുറകളായി അവഗണിക്കപ്പെട്ട, ഈ രാജ്യത്ത് തലമുറകളായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന പിന്നോക്കക്കാരൻ്റെയും ദളിതന്റെയും വിമോചനത്തിനു വേണ്ടി ആദ്യമായി ഖിലാഫത്ത് മൂവ്മെന്റിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ നിന്ന്, മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആദ്യമായി ഇന്ത്യൻ ദേശീയധാരയുടെ ഭാഗമാകുന്നത്. ഈ രാജ്യത്തെ ഓരോ മുസൽമാനും ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കടന്നു വന്നത് ഖിലാഫത്ത് മൂവ്മെന്റിന് വേണ്ടി മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിലകൊണ്ടപ്പോഴാണ്. അങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തെ, ഇസ്ലാം മതവിശ്വാസികളെ ഈ രാജ്യത്തിന്റെ ദേശീയധാരയുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കിയത്. പിന്നീട് പിന്നോക്കക്കാരന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. മഹാത്മാഗാന്ധി പലയാവർത്തി കേരളത്തിൽ വന്നില്ലേ? കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിൽ വന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാനല്ല. ഞാൻ ഇന്ന് വന്നത് വൈക്കം വഴിയാണ് ഞാൻ വന്നത്. വൈക്കം അമ്പലത്തിന്റെ തെക്കേ നടയിലൂടെ നടക്കാനുള്ള അവകാശം ഈഴവർക്ക് നിഷേധിക്കപ്പെട്ടപ്പോ, ദളിതരെ മാറ്റി നിർത്തപ്പെട്ടപ്പോ, അവിടെ യുവാവായ ഒരു കോൺഗ്രസ് നേതാവ് അവിടുത്തെ പിന്നോക്കക്കാരനും ദളിതനും വേണ്ടി സമരവും സത്യാഗ്രഹവും ആരംഭിച്ചപ്പോ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനാണ് മഹാത്മാഗാന്ധി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന് വൈക്കത്തേക്ക് പോയത്. അങ്ങനെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ദളിതനും പിന്നോക്കക്കാരനും വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊണ്ടു, മഹാത്മാഗാന്ധി നിലകൊണ്ടു. ഈ രാജ്യത്ത് പന്തി ഭോജനങ്ങൾ നടന്നു, ഈ രാജ്യത്ത് മിശ്ര വിവാഹങ്ങൾ നടന്നു. അങ്ങനെയാണ് ആദ്യമായി നൂറ്റാണ്ടുകളായി രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടാതിരുന്ന സവർണ മേധാവിത്വം എന്ന പ്രത്യയശാസ്ത്രത്തിന് വെല്ലുവിളി ഉണ്ടായത്. ഈ രാജ്യത്തെ ദളിതർ കൂട്ടം കൂട്ടമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദികളിലെത്തി. ഈ രാജ്യത്തെ പിന്നോക്കക്കാർ കൂട്ടം കൂട്ടമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയിലെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയായിരുന്നില്ല, ഇന്ത്യയുടെ ദേശീയ ധാരയായിരുന്നു അത്. അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഈ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവായിരുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ ചൈതന്യമായിരുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ ആർജവമായിരുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ ഇച്ഛാശക്തിയായിരുന്നു. ആദ്യമായി ബ്രിട്ടീഷുകാരൻ അപകടം മണത്തത് അവിടെയാണ്. ഒരു കാലത്തും ആരാലും വിളക്കി ചേർക്കാൻ കഴിയാതിരുന്ന, ആരാലും ഒന്നിപ്പിക്കാൻ കഴിയാതിരുന്ന, ആർക്കും ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഈ രാജ്യത്തെ ജാതി വൈവിധ്യങ്ങളെ ഒന്നിച്ചൊന്നായി കോൺഗ്രസിന് മുമ്പിൽ വന്നപ്പോഴാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രവാചകനായി മാറുമെന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ പറഞ്ഞത്. അതുവരെ ഒരുപാട് നേതാക്കന്മാർ ഈ രാജ്യത്തുണ്ടായി. ദളിതർക്ക് നേതാവുണ്ടായിരുന്നു, ഈ പിന്നോക്കക്കാർക്ക് നേതാവുണ്ടായിരുന്നു, മുസൽമാന് നേതാവുണ്ടായിരുന്നു, ക്രൈസ്തവന് നേതാവുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തിനൊരു നേതാവുണ്ടായിരുന്നില്ല, ഇന്ത്യ രാജ്യത്തിനൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല.
അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രസ്ഥാനമായി. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും അടക്കമുള്ളവർ ഈ രാജ്യത്തിന്റെ നേതാക്കന്മാരായി മാറിയത്. 1925 ഏതാനും സവർണരായ യുവാക്കൾ കൂടിയിരുന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ദീർഘകാലം ഇന്ത്യ ഭരിച്ചിട്ട്, മുഗൾ രാജാക്കന്മാർ ദീർഘകാലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്നുവരെ ചോദ്യം ചെയ്തിട്ടില്ലാത്ത സവർണ മേധാവിത്വം ഈ രാജ്യത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ കാലമത്രയും നമ്മളും നമ്മുടെ തലമുറകളും അനുഭവിച്ചു വന്ന ആ മേധാവിത്വം ആദ്യമായി വെല്ലുവിളിക്കപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന നാളുകൾ അതിവിദൂരമല്ല. അങ്ങനെയാണ് RSSന്റെ ജന്മം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അതുകൊണ്ടാണ് RSSന്റെ പിറവി, RSSന്റെ DNA എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരാണ് എന്ന് പറയുന്നത്. കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ, കോൺഗ്രസിനെ തകർക്കാൻ, കോൺഗ്രസിനെ തളർത്താൻ, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ ഈ രാജ്യത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ജന്മമെടുത്ത സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആയിരുന്നില്ല. അവർ മുസൽമാന്മാർക്കെതിരായിരുന്നില്ല, അവർ ക്രൈസ്തവർക്കെതിരായിരുന്നില്ല, അവർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ജന്മം കൊണ്ട പ്രസ്ഥാനമല്ല RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദളിതനും പിന്നോക്കക്കാരനും ഈ രാജ്യത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നത് കണ്ട് വിരളി പൂണ്ട സവർണരായ യുവാക്കൾ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് RSS. ഞാൻ ഈ പറയുന്നത് അക്കാഡമിക്കായി തർക്കിക്കാൻ കഴിയുന്ന ഏതെങ്കിലും RSSകാരനുണ്ടെങ്കിൽ ഞാൻ ഏത് വേദിയിലും വരാം. നിങ്ങളുടെ DNA എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പിന്നോക്കക്കാരനും ദളിതനും എതിരായിട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് സ്വാതന്ത്ര്യ സമരം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം ആഗ്രഹിച്ചത് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന ഈ രാജ്യത്തിന്റെ എല്ലാ നദികളും ഒന്നിച്ചൊരു സമുദ്രത്തിൽ ഒഴുകുന്നത് പോലെ ഈ രാജ്യത്തിന്റെ എല്ലാ ശക്തിയും ശേഷിയും ഒന്നിച്ചൊഴുകുന്ന ഒരു മഹാസമുദ്രമായി ലോകത്തിന് മുമ്പിൽ ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് കോൺഗ്രസിന്റെ പൂർവ്വസൂരികളായ നമ്മുടെ ദേശീയ നേതാക്കന്മാർ നടത്തിയത്. എത്രയോ വട്ടം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റികളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ വട്ടം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റികളുടെ പ്രമേയങ്ങളിൽ മേൽ ചർച്ച നടന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പിടഞ്ഞു മരിക്കാൻ തയ്യാറാകുമ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദളിതനായ ഒരുത്തനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്ന നേതാക്കന്മാർ കോൺഗ്രസിനകത്തുമുണ്ടായിരുന്നു. ഈ രാജ്യത്തെ വികാരമായിരുന്നു. എന്നാൽ ഈ രാജ്യത്തെ എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ച് പരസ്പരം ഒന്നിച്ചിരുത്തി ഈ രാജ്യത്തെ ഉരുവാക്കിയെടുക്കാൻ കോൺഗ്രസ് അധ്വാനിച്ചത് 1-2 വർഷങ്ങളോ 1-2 ദശാബ്ദങ്ങളോ അല്ല, ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ പ്രക്രിയ. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്തിന് എന്ത് നൽകിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്തെ എയർപോർട്ടുകളെ, ഈ രാജ്യത്തിന്റെ സീപോർട്ടുകളെ, ഈ രാജ്യത്തിന്റെ കപ്പൽശാലകളെ, ഈ രാജ്യത്തിന്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ നോക്കി, ഈ രാജ്യത്തിന് നമ്മൾ നൽകിയ റെയിൽവേ ട്രാക്കിനെ നോക്കി, ഈ രാജ്യത്തിന് നമ്മൾ നൽകിയ വൈദ്യുതി ലൈനുകളെ നോക്കി ഈ രാജ്യത്തെ ഉരുവാക്കി എന്ന് പറയും. അതെല്ലാം പിന്നീടല്ലേ. പക്ഷെ ഈ രാജ്യത്തെ ഉരുവാക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗർഭത്തിൽ ചുവന്ന് ഒരു നൂറ്റാണ്ടിന്റെ വളർച്ചയ്ക്ക് ശേഷമാണ് ഈ രാജ്യം പിറവി കൊണ്ടത്. പിന്നീടാണ് ബ്രിട്ടീഷുകാരൻ്റെ ഏറ്റവും വലിയ ആയുധമായിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എക്കാലത്തും ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആയുധം. എക്കാലത്തും എത്ര ശക്തിക്ക് മുമ്പിലും ഒരുപക്ഷെ ഏറ്റവും തീവ്രമായ ഇച്ഛാശക്തിയും ഏറ്റവും തീവ്രമായ ഡെഡിക്കേഷനും ഈ രാജ്യത്തുണ്ടായിരുന്നപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പരാജയപ്പെട്ടത് ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിലല്ല, ബ്രിട്ടീഷുകാരന്റെ സൈനിക ശക്തിക്ക് മുമ്പിലല്ല, ബ്രിട്ടീഷുകാരന്റെ സാമ്പത്തിക ശേഷിക്ക് മുമ്പിലല്ല, ഒരായുധത്തിന് മുമ്പിൽ മാത്രമേ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നുള്ളൂ. ഒരുപക്ഷെ മഹാത്മാഗാന്ധി വരുന്നതിന് മുമ്പ് 1857 മുതൽ നമ്മുടെ പൂർവികർ ദാഹിച്ചതാണ് ഈ രാജ്യത്തിന് വേണ്ടി. ഈ രാജ്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് 1857 സീപ്പോയ് മ്യൂട്ടണിയാണ്. ആ സീപ്പോയ് മ്യൂട്ടണി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച് ഇറങ്ങിത്തിരിച്ചതാണ്. അന്നു മുതൽ നമ്മൾ ആരംഭിച്ചതാണ്. എക്കാലത്തും നമ്മുടെ പോരാട്ടങ്ങളെ പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരായുധമാണ്. ഞാനും നിങ്ങളും പഠിച്ചതാണ്. എന്നെയും നിങ്ങളെയും ഈ രാജ്യം പഠിപ്പിച്ചതാണ്.
ഓർക്കുന്നില്ലേ? 7ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിന്റെ പുസ്തകത്തിൽ എനിക്കിന്നും ഓർമ്മയുണ്ട്, വലതുവശത്ത് മുകളിലായി ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് ഉപയോഗിച്ച ടൂൾ എന്താണ് എന്ന് അതിന്റെ ഹെഡിംഗ് ആയി എഴുതിയിട്ടുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി? വിഭജിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം എന്തായിരുന്നുവെന്ന് ഞാനും നിങ്ങളും പഠിച്ചു മറന്ന പാഠമാണ്. നമ്മൾ മറക്കാൻ കാരണം ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഇറലവൻ്റ് ആയി പോയിരുന്നു. കോൺഗ്രസ് ഈ രാജ്യത്ത് നിറഞ്ഞ്, കോൺഗ്രസ് ഈ രാജ്യത്തെ പ്രസവിച്ച്, കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റെടുത്ത്, കോൺഗ്രസിന്റെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നത് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പാഠമായി മാത്രം നമ്മൾ അവഗണിച്ചു. പക്ഷെ ഇന്ന് മടങ്ങി വന്നിരിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. ഞാൻ ഇന്നലെ വരെ എൻ്റെ മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഉപവാസ സത്യാഗ്രഹ സമരത്തിലായിരുന്നു. ഇന്നലെയും ആലപ്പുഴയിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ഞാൻ വരുമെന്ന് അറിയിച്ചിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതാ ഞങ്ങൾ CAA-യും NRC-യും നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകി മുന്നോട്ട് പോവുകയാണ് എന്ന്. ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ആ ചട്ടങ്ങളുടെ അനിവാര്യത എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ NRC-യും CAA-യും നടപ്പിലാക്കുന്നതിന്റെ അനിവാര്യത എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ഒരു അനിവാര്യതയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. രാജകൊട്ടാരത്തിലിരുന്ന്, അധികാരത്തിന്റെ കസേരയിലിരുന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നതും നോക്കുന്നതും ഇന്ത്യ രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാണ്. സ്വാഭാവികമായിട്ടും അതിവൈകാരികമായ ഒരു വിഷയമാണ്. മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു പൗരന് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് വന്നാൽ ആരാണ് കലാപത്തിന് ഇറങ്ങാതിരിക്കുക? ആരാണ് തെരുവിലിറങ്ങാതിരിക്കുക? ആരാണ് പ്രക്ഷോഭം നടത്താതിരിക്കുക? ആരാണ് തെരുവുകളിൽ തീ വെക്കാതിരിക്കുക? ഇന്നത്തെ NRC-യുടെയും CAA-യുടെയും ചട്ടങ്ങൾക്ക് പിന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ മുസൽമാൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്, കലാപം നടത്തുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ അവസാന ആയുധമാണ് അവർ പ്രയോഗിച്ചത്. ഈ രാജ്യത്ത് കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ തീ പടരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് ഇവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഏറ്റവും എളുപ്പം നടപ്പിലാക്കാൻ കഴിയുക. മുസൽമാന്മാരെ ചൂണ്ടിക്കാണിച്ച്, നിങ്ങൾ കണ്ടില്ലേ, അവർ മതത്തിന്റെ പേരിൽ സംഘടിക്കുന്നവരാണ്. അവർ മതത്തിന്റെ പേരിൽ സംഘടിച്ച് എനിക്കും നിങ്ങൾക്കുമെതിരെ വരികയാണ് എന്ന് ഹൈന്ദവ സഹോദരന്മാരോട് പറയാൻ വേണ്ടി ഈ രാജ്യത്ത് ഹരിത പതാക പിടിച്ച് ഒരു പ്രകടനം നടന്നാൽ അതിന്റെ പിന്നിൽ എഴുതുന്ന കമന്റുകൾ നിങ്ങൾ വായിക്കണം. ഈ രാജ്യത്തിന്റെ നെഞ്ചിലേക്ക് വർഗീയതയുടെ തീ കോരിയിടുന്നത് ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഈ രാജ്യത്തിന്റെ നെഞ്ചിലേക്ക് വർഗീയതയുടെ തീ കോരിയിടുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സംഘപരിവാർ എന്ന്. എന്നിട്ട് ഇന്നവർ പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്ന്, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RSSന്റെ അടിസ്ഥാന DNA എന്ന് പറയുന്നത് സവർണ മേധാവിത്വത്തിലൂന്നിയ DNA ആണ്. കോൺഗ്രസിന്റെ പ്രയാസം എന്തായിരുന്നു അറിയോ? കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാവരെയും ഒന്നിച്ച് ദേശീയധാരയിൽ കൊണ്ടുവന്നപ്പോഴും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ആ മുന്നേറ്റത്തെ പരാജയപ്പെടുത്താൻ എക്കാലത്തും ശ്രമിച്ച പ്രസ്ഥാനത്തിന്റെ കൂടി പേരാണ് RSSും സംഘപരിവാറും. അതുകൊണ്ടാണ് ഗുരുജി ഗോൾവർക്കറും, അതുകൊണ്ടാണ് സവർക്കറും അതുപോലുള്ള നേതാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാരാൽ മാപ്പ് നൽകപ്പെട്ട് എക്കാലത്തും ബ്രിട്ടീഷുകാർക്കൊപ്പം നിലകൊണ്ടത്. കാരണം കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ നേടുന്നത് എങ്കിൽ, കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ നേടുന്നത് എങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സവർണ മേധാവിത്വത്തിന്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ടാണ് BJP-യുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാക്കിൽ നിന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർന്നത്. കോൺഗ്രസിന്റെ ഒരു കുട്ടിയെങ്കിലും ഈ രാജ്യത്ത് ബാക്കിയുണ്ടെങ്കിൽ എന്നു വേണമെങ്കിലും ഈ രാജ്യം തിരിച്ചഭയം പ്രാപിക്കാവുന്ന ഒരു പ്രസ്ഥാനത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത്. ഇന്ന് ഈ രാജ്യത്തെ BJP-യുടെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്.
ഇന്നും ഈ പ്രസ്ഥാനത്തിനും ഈ പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി രാജ്യത്തിന് തലങ്ങും വിലങ്ങും നടന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ധൈര്യം പകരുന്ന, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ആ പടയോട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഈ രാജ്യത്ത് BJP-യുടെ RSSന്റെ സംഘപരിവാറിന്റെ രണ്ടാമത്തെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും അഭിമാനത്തോടെ വളർത്തിവിട്ട KC വേണുഗോപാൽ എന്ന ആലപ്പുഴയിൽ നിന്നും കടന്നുപോയ നേതാവാണെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. കാരണം രാഹുൽ ഗാന്ധിയുടെ പടയോട്ടത്തിന് ഒരു സർവ്വസൈന്യാധിപനെ പോലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പോയി ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, ഈ രാജ്യത്ത് അവഗണിക്കപ്പെട്ടവർക്ക്, ഈ രാജ്യത്ത് വേട്ടയാടപ്പെട്ടവർക്ക് ഊർജം നൽകിയ നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ടാണ് KC വേണുഗോപാൽ RSSന്റെയും സംഘപരിവാറിന്റെയും ശത്രുവാകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ന്യൂനപക്ഷ സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, എക്കാലത്തും ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ നിലനിർത്തിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ സംഘടിച്ച് നമ്മൾ പ്രക്ഷോഭം നടത്തിയിട്ടല്ല, ന്യൂനപക്ഷങ്ങളുടെ പേരിൽ സംഘടിച്ച് ഈ രാജ്യത്തിന്റെ അവകാശാധികാരങ്ങൾ നേടിയെടുത്തിട്ടല്ല. എക്കാലത്തും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്തെ പീഡിക്കപ്പെടുന്നവരെയും നിലനിർത്താൻ വേണ്ടി മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നും നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ നേതാക്കന്മാർ, അത് മഹാത്മാഗാന്ധിയുടെ രൂപത്തിൽ, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രൂപത്തിൽ, മൗലാന അബുൽ കലാം ആസാദിന്റെ രൂപത്തിൽ അവരോടൊപ്പം നിന്ന മുഴുവൻ നേതാക്കന്മാരും, ഗോപാലകൃഷ്ണ ഗോൽ ആരെയും നിങ്ങൾ പരിശോധിച്ചോളൂ, അവരെല്ലാം സനാതന ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിച്ച നേതാക്കന്മാരായിരുന്നു. ഒടുവിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തി ശരീരം ചിന്നിച്ചെറിയ നേതാക്കന്മാരാണ്. അവരെല്ലാം ഹൈന്ദവരായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ നേതാവാണോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നിർത്തിയിട്ടുള്ളത്? ഈ രാജ്യത്തെ ഏതെങ്കിലും ന്യൂനപക്ഷ നേതാവാണോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശാധികാരങ്ങൾ നേടിത്തന്നിട്ടുള്ളത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശാധികാരങ്ങൾക്ക് വേണ്ടി എക്കാലത്ത് മുന്നിൽ നിന്നിട്ടുള്ളത് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയാൽ, KC വേണുഗോപാൽ അമ്പലത്തിൽ പോയാൽ ആ ചിത്രമെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നവൻ ന്യൂനപക്ഷത്തിന്റെ ശത്രുവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലും ഹൃദയത്തിലും ഹൈന്ദവ വിശ്വാസം പേറിയിട്ടുള്ളവരാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിന്നിട്ടുള്ളത്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, എൻ്റെ സിരകളിൽ ഓടുന്നതും ക്രൈസ്തവ വിശ്വാസത്തിന്റെ രക്തമാണ്. ഞാൻ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു ന്യൂനപക്ഷ വിശ്വാസത്തെ പ്രതിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഇന്ത്യ രാജ്യത്ത് എൻ്റെ വിശ്വാസം നിലനിൽക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന മതം നിലനിൽക്കുന്നത്, എൻ്റെ മതത്തിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തെ അഭിമാനികളായ, ഈ രാജ്യത്തെ ഉള്ളിൽ കൊള്ളുന്ന ഹിന്ദു നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ വിജയിപ്പിച്ചാൽ പോരാ. ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന് ഐതിഹാസികമായ വിജയം സമ്മാനിക്കാൻ നമ്മൾക്ക് കഴിയണം. ഈ പോരാട്ടം നമ്മൾക്ക് വേണ്ടി കൂടിയാണ്. ഈ പോരാട്ടം ഈ രാജ്യത്തിന് വേണ്ടി കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ഇന്ന് കിടന്ന് പിടയുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന ആശയം, എനിക്കറിയില്ല നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ICUയിലാണോ വെന്റിലേറ്ററിലാണോ എന്ന് നമുക്കറിയില്ല. ഈ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ സുവർണാവസരമാണ് നമ്മുടെ മുമ്പിൽ കൈവന്നിരിക്കുന്നത്. ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന ആത്മാവ് കിടന്ന് പിടയുകയാണ്. എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിലായിരിക്കും. ഞാനത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും എന്ന് ഈ രാജ്യത്ത് മതേതരത്വം അസ്തമിക്കുന്നോ അന്ന് എൻ്റെ ഉള്ളിലുള്ള എല്ലാ രാഷ്ട്രീയവും അവിടെ അവസാനിക്കുകയാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് നിലനിൽക്കാൻ കഴിയുന്നത് ഒരേ ഒരു ഫൗണ്ടേഷനിലാണ്. എത്ര ചെറുതാകട്ടെ, എണ്ണത്തിൽ എത്ര കുറവാകട്ടെ, ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും ആരെയും അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ അല്ല. ഈ രാജ്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. പൂർവ്വസൂരികളായ നമ്മുടെ നേതാക്കന്മാർ എത്ര കാലത്തെ രാഷ്ട്രീയ മദനം കൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് നിങ്ങൾ വായിക്കണം. ഈ രാജ്യത്ത് പതിയിരിക്കുന്ന എല്ലാ അപകടങ്ങളും മുൻകൂട്ടി കണ്ടവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. കോൺഗ്രസ് ഐതിഹാസികമായ വിജയം നേടി
ഈ രാജ്യത്തെ കേന്ദ്ര ഭരണവും മഹാഭൂരിപക്ഷ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ച് ഭരിക്കുമ്പോഴും കോൺഗ്രസിന് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തില്ലാതിരുന്നപ്പോഴും എന്നെങ്കിലും ഈ രാജ്യത്ത് ഒരപകടമുണ്ടായി വരുമെങ്കിൽ അത് മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിലായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് ഇന്നും ഞാനും നിങ്ങളും ഈ രാജ്യം ഇന്ത്യ എന്ന ആശയത്തെ അനുഭവിക്കുന്നതും ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്നതിനും പിന്നിൽ അന്ന് എഴുതി ചേർത്ത ഭരണഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 370 വേണ്ടി സംഘപരിവാറും BJP നിങ്ങളോട് ചോദിക്കുന്നത്, 400 വേണ്ടി BJP കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ രാജ്യത്തെ നിലനിർത്തുന്ന ആ ഭരണഘടനയെ പൊളിച്ചെഴുതാനാണ്. അതിനാ എണ്ണമില്ലാതെ സാധിക്കില്ല. ഈ രാജ്യത്തെ പ്രതിരോധം തീർത്തും ഇല്ലാതായാൽ, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ രാജ്യത്ത് മതേതരത്വം ആഗ്രഹിക്കുന്നില്ല എന്ന് വന്നാൽ ഇനി ഞങ്ങളായി അത് അടിച്ചേൽപ്പിക്കില്ല എന്ന സന്ദേശം നൽകിയാണ് പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളിൽ 3-2 ഭൂരിപക്ഷവും നേടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭരണഘടന മാറ്റി എഴുതാമെന്ന പ്രൊവിഷൻ അതേ ഭരണഘടനയിൽ നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ എഴുതി ചേർത്തത്. അതിലേക്കാണ് അവരുടെ പടയോട്ടം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും രാഷ്ട്രീയ പ്രയത്നം. അതിന് നിങ്ങൾ ശക്തി പകരണം, കരുത്തു പകരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സമ്മേളിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പോരാട്ടമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പോരാട്ടമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ മതേതര ചേരിയും ഈ രാജ്യത്തെ വർഗീയ ചേരിയും തമ്മിലുള്ള പോരാട്ടം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം വർഗീയതയുടെ പാതയിൽ നടക്കണമെന്നും ഈ രാജ്യത്തെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് 100 വർഷം മുമ്പ് തുടങ്ങി കോൺഗ്രസിനെതിരെ തുടങ്ങിയ സംഘപരിവാറിന്റെ RSSന്റെ ചേരി ഒരു വശത്ത്, മറുവശത്ത് ഈ രാജ്യം മതേതര സമൂഹമായി നിലനിൽക്കണമെന്നും ഈ രാജ്യം ഞാനും നിങ്ങളും പിറന്നു വീണ ഇന്ത്യ അതുപോലെ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന മതേതര ചേരിയുടെ പോരാട്ടം. ഈ പോരാട്ടത്തിൽ 2 നേതാക്കന്മാരേ ഉള്ളൂ. ഒരു വശത്ത് നരേന്ദ്രമോദി നയിക്കുന്ന പടയാണെങ്കിൽ മറുവശത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പടയാണ്. ഈ 2 ചേരികൾ തമ്മിലുള്ള പോരാട്ടം മാത്രമാണ്. ബാക്കിയെല്ലാം അപ്രസക്തമാണ്. ബാക്കി എല്ലാ പോരാട്ടങ്ങളും അപ്രസക്തമാണ്. ബാക്കി എല്ലാ മത്സരങ്ങളും അപ്രസക്തമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഏത് ചേരിയിലാണ് എന്നതാണ് ചോദ്യം. ഈ രാജ്യത്തെ ഓരോ ന്യൂനപക്ഷക്കാരനും സ്വയം അവന്റെ ഹൃദയത്തോട്, മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനും നീയും പിറന്നു വീണ ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ? ഞാനും നീയും സ്വതന്ത്രമായി പ്രവർത്തിച്ച, ഞാനും നീയും സ്വതന്ത്രമായി പ്രാർത്ഥിച്ച ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ? ഓരോ ന്യൂനപക്ഷക്കാരനും അവന്റെ ഹൃദയത്തോട്, നിന്റെ പാർട്ടിയോടല്ല, നിന്റെ നേതാവിനോടല്ല, നിന്റെ ഹൃദയത്തോട് നീ ചോദിക്കണം, നിലനിൽക്കണമോ വേണ്ടയോ? ആ ചോദ്യത്തിന് നീ ഉത്തരം പറയണമെങ്കിൽ ഇതാണ് നിന്റെ അവസരം. ഈ ചോദ്യത്തിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ മതേതര ചേരിയോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ വർഗീയ ചേരിയോടൊപ്പം. ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി ന്യൂനപക്ഷത്തിന്റെ പേരിലും BJP സ്പോൺസർ ചെയ്യുന്ന, സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന ന്യൂനപക്ഷത്തിന്റെ പേരിൽ സംഘടിക്കുന്നവരുണ്ട്. ന്യൂനപക്ഷത്തിന്റെ പേരിൽ മത്സരിക്കുന്നവരുണ്ട്. അവർ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ദുർബലപ്പെടണമെന്നാണ്, കോൺഗ്രസിന്റെ ചേരി പരാജയപ്പെടണമെന്നാണ്. ഒറ്റുകാരായിട്ടുള്ളവർ ന്യൂനപക്ഷത്തിലും ഇല്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ മറ്റാരുടെയെങ്കിലും കയ്യിലും മറ്റേതെങ്കിലും പാർട്ടിയിലുമാണ് എന്ന് പറയുന്നവർ ആത്യന്തികമായി അവർക്ക് രാഷ്ട്രീയത്തോട് മാത്രമാണ് സ്നേഹം. നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മതത്തോട്, നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന വിശ്വാസത്തോട് നിങ്ങൾക്ക് സത്യസന്ധതയുണ്ട് എങ്കിൽ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ആരോടൊപ്പമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം. അവിടെയാണ് ആലപ്പുഴയിൽ ഒരു വശത്ത് നിന്ന് പട നയിക്കുന്ന KC വേണുഗോപാൽ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത് ഭൂരിപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്ക് വേണ്ടി നിലകൊണ്ടാൽ, മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ നേതാവായി മാറിയാൽ, മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കൊപ്പം നിന്നാൽ ആർക്കാണ് എളുപ്പം ഈ രാജ്യത്ത് നേതാവാകാൻ കഴിയാത്തത്? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അവസരവാദികളായ നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്നും മറുപക്ഷത്തേക്ക് പോകുമ്പോൾ അതിനെ ആഘോഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെയുണ്ട്. അതിനെ ആഘോഷിക്കുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെയുണ്ട്. ഞാൻ CPM-ൽ നിന്നും പോയ നേതാക്കന്മാരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ക്യാൻ റീഡ് എ ലിസ്റ്റ് ബിഫോർ യു. ഇവിടെ ആരും പറയാഞ്ഞിട്ടാണ്. ബംഗാളിൽ ത്രിപുരയിൽ കഴിഞ്ഞ ജനുവരി 27-ാം തീയതി സിറ്റിംഗ് MLA-യും ex-MLA-യും അടക്കം
ത്രിപുരയിൽ CPM നിന്നും എത്രയോ പേർ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോകുന്നവരെല്ലാം അവസരവാദികളാണ്, ആശയത്തിൻ്റെ അടിത്തറയില്ലാത്തവരാണ്, രാഷ്ട്രീയത്തിൽ സത്യസന്ധതയില്ലാത്തവരാണ്, രാഷ്ട്രീയത്തിൽ നേരും നെറിയുടെയും പാതയിൽ നടക്കാത്തവരാണ്. അവരെ എടുത്ത് ആഘോഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ഒരു രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കുന്നത് താൽക്കാലികമായി അദ്ദേഹത്തിന് വിജയിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ ചുഴിയിൽ പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെടട്ടെ. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടാൽ പിണറായി വിജയന്റെ നെഞ്ചു നോവില്ല, ഹൃദയമിടിക്കില്ല. പിണറായി വിജയൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും CPM പരാജയപ്പെട്ടാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഈ മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടത്തിന് കേരളത്തിലെ എല്ലാ സമൂഹങ്ങളിൽ നിന്നും, കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മലയാളികളും, ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവർ പോലും എന്നോട് പിന്തുണ പറയുന്നത് എനിക്കറിയാം. നിങ്ങളുടെ പാർട്ടിയിൽ പിണറായി വിജയന്റെ സഖാക്കന്മാരെ ഇളക്കി വിട്ട് എനിക്കെതിരെ വേട്ടയാടലിന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് നിങ്ങൾ ധരിക്കുന്ന ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ വീണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ കോൺഗ്രസ്സുകാരായിട്ടല്ല. ഇതോടുകൂടി ഈ പ്രസ്ഥാനം അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് CPM-നെതിരായിട്ടാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഞാനൊരു രാഷ്ട്രീയത്തിലെ പ്രവാചകനല്ല, കവടി നിരത്തി ഈ തെരഞ്ഞെടുപ്പ് ബലം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ പറയുന്നു, എൻ്റെ ഉള്ളു പറയുന്നത് 20 സീറ്റും പരാജയപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൗത്യം, ഞാൻ ഇന്ന് ആലപ്പുഴ എല്ലായിടത്തും എന്നാൽ കഴിയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് വിജയിക്കുക എന്ന ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രമല്ല. ഞാൻ നന്നായി മനസ്സിലാക്കുന്നു, ഈ രാജ്യം അപകടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. നമ്മളാരും പ്രതികരിക്കാതിരുന്നാൽ, നമ്മളെല്ലാവരും അലസരും മടിയരുമായി നമ്മുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ദൂരത്തിലേക്ക് ഈ രാജ്യം പോയാൽ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ആഴത്തിലേക്ക് ഈ രാജ്യം വീണുപോയാൽ, നിങ്ങൾ ഓർക്കണം, ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയത്തിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് വീണ്ടെടുത്തത്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഇന്ത്യ, ഞാനും നിങ്ങളും പുലർന്ന് ജീവിക്കുന്ന ഈ രാജ്യം ഇതുപോലെ ആക്കി തരാൻ വളരെ നിസ്സാരമായി ഉണ്ടായി വന്നതല്ല. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ രാജ്യം ഇങ്ങനെയായി വന്നതല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ മദന പ്രക്രിയയിലാണ് ഇന്ത്യ എന്ന രാജ്യമുണ്ടായത്. വീണ്ടും അതിനെ ആഴക്കടലിലേക്ക് മുക്കാനുള്ള സംഘപരിവാറിന്റെ പരിശ്രമത്തെ, ഇന്ത്യ എന്ന രാജ്യത്തെ മാറ്റി എഴുതാനുള്ള പരിശ്രമത്തെ പ്രതിരോധിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാ ശക്തിയും പകരുന്ന സർവ്വസൈന്യാധിപനായി നിന്ന് ആ പടയോട്ടത്തിന് നേതൃത്വം നൽകുന്ന KC വേണുഗോപാലിന് വോട്ട് ചെയ്യുന്ന ഓരോ മതേതര വിശ്വാസിയും അഭിമാനത്തോടുകൂടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പ്രിയങ്കരനായ നമ്മുടെ നേതാവിനെ ഐതിഹാസികമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ UDF-ൻ്റെ ഘടകകക്ഷികളിലെ വിവിധ നേതാക്കൾ ആയിട്ട് ഒത്തിരി പേര് നമ്മുടെ സ്റ്റേജിലിരിപ്പുണ്ട്. കുറേ പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലരെയും വിളിക്കാൻ കഴിയില്ല, ദയവായി ക്ഷമിക്കണം. 2 വാക്ക് സംസാരിക്കുന്നതിന് CMB-യുടെ ജില്ലാ സെക്രട്ടറി സഹവൻ നസീറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC-യുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ, മറ്റ് വേദിയിലുള്ള സമ്മേളിതരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, വളരെയധികം നേരത്തെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും. അതേപോലെ തന്നെ ഇവിടെ നിരവധിയായ ആളുകൾ പ്രസംഗിക്കുവാനുണ്ട്. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗമില്ല, ഒരു ഔപചാരിക പ്രസംഗം മാത്രം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നിട്ടില്ലെങ്കിലും രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ വെറുപ്പും വിദ്വേഷവും വളർത്തി
മൂന്നാം ഊഴത്തിലും അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് മാറണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് മുന്നോട്ട് വെക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്നതും രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കണം. കേരളത്തിലാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ്. നമ്മൾക്കറിയാം 17ാം ലോക്സഭയുടെ അവസാന ബജറ്റ് സമ്മേളനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി സീതാരാമൻ പറഞ്ഞത് ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ്, ഷോർട്ട് ടൈം ബഡ്ജറ്റാണ്. 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. അതുകൊണ്ട് ഈ വോട്ട് ഓൺ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല എന്ന് വെച്ചാൽ 3ാം ഊഴത്തിലും നരേന്ദ്രമോദി വരും എന്നുള്ള ധ്വനി അവർ ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദി രാജ്യത്തെ സാധാരണ ജനങ്ങളോടൊരു മനഃശാസ്ത്ര യുദ്ധത്തിന് പോരാടുകയാണ്. ആ മനഃശാസ്ത്ര യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയാൽ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കും രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വവും ഒക്കെ തകരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യം നിലനിൽക്കണോ കോൺഗ്രസ് നിലനിൽക്കണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. രാജ്യവും കോൺഗ്രസും നിലനിൽക്കണം. അതിന് ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ എന്ന് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആൾ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാൽ ഇവിടെ ജയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയുമില്ല. അവരാകെ മത്സരിക്കുന്നത് 47 സീറ്റിലാണ്. കോൺഗ്രസ് മത്സരിക്കുന്നത് 500ഓളം സീറ്റുകളിലാണ്. 47 സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ സ്ഥാനാർത്ഥി കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുന്നു. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ KC വേണുഗോപാലിനെ ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ചാൽ കേൾക്കത്തില്ല. പുറത്ത് നിൽക്കുന്ന എല്ലാവരും കസേരകളിൽ കയറിയിരിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പുറത്ത് കൂട്ടം കൂടിയിരിക്കുന്നവർ അകത്തേക്ക് കയറി കസേരകളിൽ ഇരിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ദയവായി അഭിവാദ്യങ്ങളൊക്കെ നിർത്തുക. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപാടി ഉടനെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് മറ്റ് നേതാക്കന്മാരുടെ എല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന്
ഏറെ പ്രിയങ്കരനായ നമ്മളേറെ നേരമായി കാത്തിരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ അവர்களെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ UDFിൻ്റെ ചെയർമാൻ കമാൽ മഖീൽ സാർ, അധ്യക്ഷവേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരും എത്രയും പ്രിയപ്പെട്ട അമ്പലപ്പുഴയിലെ UDF സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷനിലെ അവസാനത്തേതാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നടക്കുന്നത്. കഴിഞ്ഞ 6 കൺവെൻഷനിലും വലിയ ആവേശത്തോടെ വർദ്ധിത വീര്യത്തോടെയാണ് ആലപ്പുഴ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്പലപ്പുഴയിലെ UDFിൻ്റെ സഹോദരി സഹോദരന്മാർ, ഈ ഹാളിലിരിക്കുന്നവരും സ്റ്റേജിലിരിക്കുന്നവരും എല്ലാവരും ചിരപരിചിതർ, വേണ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്തറിയുന്നവർ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖവുരയുടെ ആവശ്യമില്ല, ഏതെങ്കിലും അകമ്പടിയുടെ ആവശ്യമില്ല. ഹൃദയത്തോട് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരത്തിനാണ് നമുക്കെപ്പോഴും സാധിക്കാറുള്ളത്. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ അഞ്ജലി ഓഡിറ്റോറിയം എനിക്ക് ഓർമ്മ വരുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനിവിടെ മത്സരിക്കുമ്പോഴെല്ലാം അമ്പലപ്പുഴയിലെ നിയോജക മണ്ഡലങ്ങൾ കൺവെൻഷൻ പരമാവധി നടക്കുന്നത് ഈ ഹാളിലായിരുന്നു എന്നുള്ളത്. 96 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്ന കാര്യം ഇന്നലെ ഞാൻ ആലപ്പുഴ കൺവെൻഷനിൽ പറയുകയുണ്ടായി. ആലപ്പുഴയിലെ കൺവെൻഷൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അമ്പലപ്പുഴക്കുള്ളത്. ഇവിടം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിലായി UDFിനും പ്രത്യേകിച്ച് എനിക്കും മത്സരിക്കുന്നതിന് വേണ്ടി അവസരമുണ്ടായപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയിപ്പിച്ച് മുന്നോട്ട് വന്നവരാണ് നിങ്ങൾ. അതിൽ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ രംഗത്തും സജീവമായിരുന്ന പലരും നമ്മളിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട്. അവരെല്ലാം ഞാൻ വളരെ സങ്കടത്തോടെയാണെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ മണ്ഡലം അമ്പലപ്പുഴ, പഴയ ആലപ്പുഴയുടെ പകുതിയും പിന്നീടുള്ള അമ്പലപ്പുഴയുടെ പഞ്ചായത്ത് പ്രദേശങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സാമാജികനാകാനും പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനും ആദ്യമായിട്ട് അവസരം തന്ന ഒരു നാട് എന്ന നിലയിൽ വളരെയേറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ നിങ്ങൾ നൽകുകയുണ്ടായി. അതിന് എത്രമാത്രം ഞാൻ തിരിച്ചു വന്നത് പോലും പലപ്പോഴും കൂട്ടി നോക്കിയിട്ട് അറിയാറില്ല.
ആലപ്പുഴയുടെ പൊതുവായ വികസനത്തിനും പ്രവർത്തിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കാളിയാകാനും അവരെ ചേർത്ത് നിർത്തുന്നതിനുമൊക്കെ തന്നെ പലപ്പോഴായി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അത് നാളെയും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ തന്നെ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമല്ലേ, അവിടെ കുറച്ച് കാലം 1.5 കൊല്ലക്കാലം ബാക്കിയില്ലേ, പിന്നെ അതിനാണിപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത്? ഈ മത്സരത്തിൻ്റെ തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ? ഈ രാജ്യം, നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ബോധ്യമുള്ള കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കേന്ദ്രത്തിലെ സർക്കാർ അവർ കൃത്യമായ ഒരു അജണ്ടയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ താല്പര്യമില്ല. ചെറുപ്പക്കാർ ജോലിയില്ലാതെ വഴിയിൽ തെണ്ടുമ്പോൾ അതിനുത്തരമില്ല. കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള വില കിട്ടണമെന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്നത് വെടിയുണ്ടയാണ്. സഹോദരിമാരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നില്ല, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല, വിലക്കയറ്റം സർവത്ര വ്യാപകം. സാധാരണക്കാരന് ജീവിക്കാൻ ഇവിടെ എന്ത് അവകാശമാണുള്ളത്? അതിനെല്ലാം ഒറ്റമൂലി, ഇതിനൊന്നും ഉത്തരവില്ല. അതിനെല്ലാം ഒറ്റമൂലി പരസ്പരം സ്നേഹിക്കുന്നവരെ ഭിന്നിപ്പിക്കുക, പരസ്പരം സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കുക. ഇതാണോ നമ്മുടെ രാജ്യം ആഗ്രഹിച്ചത്? നമ്മളിലെല്ലാം വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും, ചിന്താഗതികളുണ്ടാകാം. പക്ഷേ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഇന്ത്യ രാജ്യം എന്നതിനപ്പുറത്ത് ജനങ്ങളുടെ പ്രശ്നം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വേണ്ട, വിലക്കയറ്റത്തിന് പരിഹാരം വേണ്ട, അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ട, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ട, ഇതിനെല്ലാം പരിഹാരം കൊടുത്തില്ലെങ്കിലും തിരക്കേടില്ല. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഞങ്ങൾക്ക് ജയിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭിന്നിപ്പിക്കാനും തമ്മിലടിക്കാനും വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ് അവർ ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ പറയുന്നത് ഭരണഘടന പോലും മാറ്റി എഴുതണം, നമുക്കെല്ലാവർക്കും തുല്യ അവകാശമുള്ള ഈ ഭരണഘടന പോലും മാറ്റി എഴുതണമെന്ന് പറയുകയാണ്. ഇത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അപ്പോൾ ഈ കെട്ടകാലത്തെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം ജയിലിലടച്ച് എതിർ ശബ്ദങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഭരണത്തിൻ്റെ എല്ലാ ഹുങ്കും അഹങ്കാരവും ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ. ഇവിടെ പാർലമെൻറ്റിൽ മത്സരിക്കുന്നത് ഓരോ UDF സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത്, ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് ലോക്സഭയിൽ വിജയിച്ച് ഈ കെട്ടകാലത്തെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതാകാൻ പരമാവധി ലോക്സഭാ മെമ്പർ ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തെ കേവലം എന്തിൻ്റെയെങ്കിലും പേരിൽ ലഘൂകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമത്തെ ഉത്ബുദ്ധരായ ജനങ്ങൾ, വോട്ടർമാർ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഒരു കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി എന്നെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവർക്ക് സങ്കടം രാജസ്ഥാനിൽ 1.5 കൊല്ലം പോവും എന്നുള്ളതാണ്. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവർ സമ്മതിച്ചിരിക്കുന്നു. ആ സങ്കടമാണ്. ഈ കാലത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രലോഭനങ്ങളും ഭീഷണികളും ഈ ജയിലറകൾ കാട്ടിയും തങ്ങളുടെ പക്ഷത്തേക്ക് ആളെ നിർത്തി ഈ മഹത്തരമായ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നെഞ്ചൂറ്റോടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം. അമ്പലപ്പുഴയിലെ വേദിയിൽ വെച്ച്
ഏത് ഭീഷണിക്ക് മുന്നിലും, ഏത് പ്രലോഭനങ്ങൾക്ക് മുന്നിലും, ഏത് ജയിലുകൾ കാട്ടിയാലും, ഏത് അക്രമങ്ങൾക്ക് കാണിച്ച് പേടിപ്പിച്ചാലും സിരകളിൽ ചോരയുള്ളിടത്തോളം കാലം ഈ പോരാട്ടത്തിൻ്റെ കൂടെ അവസാനം വരെ വേണുഗോപാൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്തൊരു വിട്ടുവീഴ്ചയുമില്ല എനിക്ക്. ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ ഇവിടെ രണ്ട് കൂട്ടരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് എന്താണ്? കോൺഗ്രസ് തീരണം, UDF ഇല്ലാതാക്കണം. നമ്മളെ തോൽപ്പിക്കാൻ BJPക്കുള്ള അതേ വാശി CPM-നും ഉണ്ട്. രണ്ടുപേരുടെയും ശബ്ദം ഒന്ന്, രണ്ടുപേരുടെയും വഴി ഒന്ന്, രണ്ടുപേരുടെയും ചിന്തകൾ പോകുന്ന ഒരേ സ്ഥലത്തേക്ക്. മുഖം കണ്ടാൽ ഇത്തിരി വ്യത്യാസമുണ്ടെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവവും ചിന്തയും ഒരുപോലെ. ആരുടെ? മണിപ്പൂരിൽ നിങ്ങൾ കണ്ടു, 10 മാസം നിങ്ങൾ കണ്ടില്ല. നമ്മുടെ സഹോദരിമാരെല്ലാം മനസ്സിലാക്കേണ്ടത്, നഗ്നയാക്കി സഹോദരിമാരെ വെടിവെച്ച് കൊന്ന ചിത്രമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗം നമ്മൾ മണിപ്പൂരിൽ കണ്ടു. 9 മാസം കത്തി. എത്ര സഹോദരിമാർ, എത്ര സഹോദരന്മാർ ഒരു പിറന്ന മണ്ണിൽ അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചപ്പോൾ, അവിടെ കത്തിയെരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം ഉരിയാടിയോ? ഒന്നവിടെ ചെന്ന് നോക്കി. അതും ഇന്ത്യക്കാരാണല്ലോ. അവിടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, ജനങ്ങൾ മരിച്ചു വീണപ്പോൾ അവിടെ പോയി ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. അതേ സ്വഭാവം നമ്മൾ കേരളത്തിലും കാണുന്നു. അടുത്ത കാലത്ത് ഞാൻ ആ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി തിരുവനന്തപുരത്ത്. സത്യത്തിൽ കരഞ്ഞ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ആ അമ്മയെ കാണുമ്പോൾ താമസിക്കുന്നത് കേരളം പ്രതീക്ഷിച്ചില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് അവിടെ പോയി ആ അമ്മയെ ആശ്വസിപ്പിക്കുമെന്ന്? പോയില്ല. മാത്രമല്ല, ആ കൊലയ്ക്ക് കൂട്ടുനിന്നവർക്കെല്ലാം കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുഖത്തിൻ്റെ ആകൃതി കണ്ടാൽ വ്യത്യാസമുണ്ടെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും രീതിയിലും നരേന്ദ്രമോദിയും പിണറായി വിജയനും രണ്ടും ഒരേ രീതിയിലല്ലേ കാണുന്നത്? പിന്നെന്താ വ്യത്യാസം? ഇവിടെ 7 മാസമായിട്ട് പെൻഷനില്ല, വിധവാ പെൻഷനില്ല, വാർദ്ധക്യ പെൻഷനില്ല, അഗതി പെൻഷനില്ല. ഈ പെൻഷൻ വാങ്ങിക്കുന്നവരൊക്കെ ആരാണ്? ജീവിതത്തിൽ ഏറ്റവും പ്രയാസത്തിൽ നിൽക്കുന്നവരല്ലേ പെൻഷൻ വാങ്ങിക്കുന്നത്. അവർക്ക് പെൻഷൻ കിട്ടാനില്ല 7 മാസമായിട്ട്. ഇപ്പം പറയുന്നത് കേട്ടു 1 മാസത്തെ പെൻഷൻ കൊടുക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ സ്പെഷ്യലായിട്ട് ഈ 1 മാസത്തെ പെൻഷൻ തരും. അവർക്ക് ദൂർത്തടിക്കാൻ പണമുണ്ട്, നീന്തൽക്കുളം നന്നാക്കാൻ പണമുണ്ട്, മന്ത്രിമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പണമുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 1 മാസത്തെ പെൻഷൻ കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഇവർക്കാണോ ജനക്ഷേമം? നമ്മുടെ പുന്നപ്രക്കാരൊക്കെ ഇല്ലല്ലേ? പുന്നപ്രയിലെ കമ്മ്യൂണിസ്റ്റുകാർ, പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? നിങ്ങൾ വിഭാവനം ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ ഇപ്പോൾ കേരളത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും ജീർണിച്ച് തകർന്നു കിടക്കുന്ന ഒരു സർക്കാർ, അതിലേറ്റവും വേദനിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ടാകും, ആലപ്പുഴയുടെ തീരപ്രദേശങ്ങൾ, ആ തീരപ്രദേശത്ത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ 5 കൊല്ലം മുമ്പുള്ളൊരു ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും തീരപ്രദേശം, നമ്മുടെ പുറക്കാട് ഭാഗത്തിൻ്റെ ചിത്രം ഒന്ന് നോക്കിയാൽ അറിയാം. തീരം ഇല്ല, തീരം പോയി കംപ്ലീറ്റ്. ഞാൻ കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് അവിടെ നിന്ന് IREയിലേക്ക് മണൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് സമരം ചെയ്യാൻ പോയി. അന്ന് തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, നമ്മളെല്ലാവരും പറഞ്ഞു, IREക്ക് എന്ന് പറഞ്ഞ് ഇത് സ്വകാര്യ മുതലാളിക്ക്, ഒരു മുതലാളിക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒത്താശയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആരും ഗവനിച്ചില്ല. ഇപ്പോൾ എന്താ, ഏറ്റവും ഒടുവിൽ കലക്ടർ അടക്കം സ്ഥലം കൊടുക്കാനുള്ള ഒത്താശ ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ആലപ്പുഴയുടെ തീരം വിറ്റുകൊടുക്കുന്നതിന് വേണ്ടി കലക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അടക്കം അനുവാദം കൊടുത്തിരിക്കുകയാണ്. ആ മുതലാളി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ.
ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുന്ന എന്നെ പരിചയപ്പെടുന്ന കാര്യമില്ല. അപ്പം ഇവരെവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇതിനെതിരെ നമ്മൾ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല, എന്തും ചെയ്യാം. പണ്ടൊക്കെ അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ചില ലക്ഷണ രേഖകളുണ്ടായിരുന്നു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അവർക്ക് പണമുണ്ടാക്കാൻ, അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടത്താൻ, എന്ത് ചെയ്യാനുമുള്ള രീതിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് ദഹിക്കുന്നതാണോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്തർധാരകൾ ശക്തമാണ്. അന്തർധാരകളിലൂടെ പുറത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ വീരവാദം പറയും, പക്ഷേ ശക്തമായ അന്തർധാരകളാണ്. നമുക്ക് അന്തർധാരകളില്ല, പുറത്തും അകത്തും ഒരേ ചിന്തയുള്ളൂ. രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തെ ഏറ്റവും ഗൗരവമായി നിങ്ങളെല്ലാവരും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, എടുക്കണമെന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ തുറന്ന ചില കാര്യങ്ങളും ഞാൻ പറയുകയാണ്. നമുക്ക് ഭയങ്കര മടിയിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും. വോട്ടർ പട്ടിക പേര് ചേർക്കാൻ പാർട്ടി പറഞ്ഞാൽ പറയും, ഓ ചേർത്തില്ലെങ്കിൽ ഇപ്പം എന്താ. ഡബിൾ വോട്ട് നീക്കാൻ പറഞ്ഞാൽ നീക്കിയില്ലെങ്കിൽ എന്താ. ഇപ്പം എല്ലാവരും പറഞ്ഞ കേസ് ജയിച്ചു പോയി, ഇനി ഒരു പ്രശ്നമില്ല, അങ്ങനെ ജയിക്കില്ല. വോട്ടുണ്ടുമ്പോൾ കൃത്യമായിട്ട് വോട്ട് കൂടുതലുണ്ടായാലേ ജയിക്കുള്ളൂ, വോട്ട് കൂടുതലുള്ള ആളേ ജയിക്കുള്ളൂ, വോട്ട് കുറഞ്ഞ ആൾ തോറ്റു. സ്വയം നമ്മൾ ആലോചിക്കണം. ഇത് നമ്മുടെ പോരാട്ടം ഈ പറയുന്ന പോലെ ഒരു MBA വിജയിപ്പിക്കൽ മാത്രമൊന്നുമല്ല. ഇത് രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, നമ്മളെയൊക്കെ നമ്മളായിട്ട് ഇപ്പം ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യം അതേ രീതിയിൽ നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അവിടെ എൻ്റെ റോൾ എന്താണ് എന്ന് സ്വയം ചിന്തിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, നിങ്ങൾ വിചാരിച്ചാൽ 10 വോട്ട് ചേർക്കാൻ വല്ല പാടാണോ? ഒരാൾ സിൻസിയറായിട്ട് സീരിയസ് ആയിട്ട് വിചാരിച്ചാൽ ഒരു ഫോൺ കൊടുത്ത് പോയാൽ 1 മണിക്കൂർ കൊണ്ട് 10 വോട്ട് ചേർക്കണം. പിന്നെ നമ്മൾ വലിയ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്, ഞാൻ മറ്റു പാർട്ടിയല്ല പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യം കൂടുതലുള്ളതുകൊണ്ട് തർക്കങ്ങളും കൂടുതലാണ്, അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുതലാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനടക്കമുള്ള ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും, അതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിൽക്കുന്ന ഈ വലിയ കുടുംബത്തിൻ്റെ അടിക്കൽ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതിൽ ചെറിയ പോറൽ പോലും ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വമല്ല. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കെല്ലാം മറക്കണം. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഒക്കെ തന്നെ അനുകൂലമായ ഈ സാഹചര്യം നന്നാക്കിയെടുത്ത് പാർട്ടി മുന്നണി അടിത്തട്ടിൽ ശക്തിപ്പെടുത്താനുള്ള അവസരം കൂടിയായിട്ട് നമ്മളിതിനെ മാറ്റണം. ഇനിയുള്ള ദിവസമുണ്ട്, ഒരുപാട് ദിവസമുണ്ട്. അത് ബൂത്തില്ലാത്തടത്ത് ബൂത്തുണ്ടാക്കണം. വോട്ടർ പട്ടികയിൽ ഇപ്പോഴും പേര് ചേർക്കേണ്ടിടത്ത് ചേർക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കണമെന്ന് വിനയപൂർവ്വം പറയുകയാണ്. ഈ വേദിയിലിരിക്കുന്നവരെല്ലാവരും, സദസ്സിലിരിക്കുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്. ഇല്ലേ? പറഞ്ഞില്ലേ? എല്ലാവരും ആഗ്രഹമാണ്. എനിക്കാണെങ്കിൽ സത്യം തുറന്നു പറഞ്ഞാൽ, ഞാൻ ആലപ്പുഴയിലും ഇന്നലെ പറഞ്ഞു, ഇവിടെ ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മാറി നിൽക്കുന്നത് സത്യത്തിൽ സാങ്കേതിക അർത്ഥത്തിലാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല. 27 വർഷം, 96 മുതൽ 23 വരെ 28 വർഷമാണ്. ഈ 28 വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ മനസ്സുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതിന് കുറച്ച് വിശ്വാസമുണ്ട്.
പക്ഷേ സാങ്കേതികമായി മാറി നിന്നപ്പോൾ ഞാൻ ഈ വഴികളിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ, ഞാൻ രണ്ട് ഭാഗത്തുനിന്നുള്ള ആളുകൾ അവരുടെ കണ്ണുകളിലൂടെ സംസാരിച്ചത് ഇപ്പോൾ തിരിച്ചു വന്നത് എന്തായാലും നന്നായി എന്നുള്ള അവരുടെ മനസ്സിൻ്റെ ഒരു ചിന്ത. അത് 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 എന്നെ സത്യത്തിൽ ഞാൻ ഒരുപാട് ആലോചിച്ചു രാത്രി. ഈ നാട് എന്ന സ്നേഹവും പിന്തുണയും ശക്തിയും, ജീവിതത്തിൽ നമ്മൾ പല പദവികളിലെത്തും, സ്ഥാനങ്ങളിൽ പലരും വരും, അതുപോലെ ഇല്ലാതാവുകയും ചെയ്യും ഈ സ്ഥാനങ്ങൾ. പക്ഷെ നമ്മളൊക്കെ തമ്മിൽ, മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ, ആ ചങ്ങലക്കെട്ടുകളിലാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയവനായ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിലുള്ള ഈ ഹൃദയബന്ധം, ഈ അമ്പലപ്പുഴയിലെ ഈ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ, തിരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വരുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇവിടുത്തെ ഓരോ വീടുകളിലും അവരുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ബന്ധങ്ങളുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട് വികസനത്തിൻ്റെ വഴി. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾ, അപ്പോൾ അമ്പലപ്പുഴയിലാണല്ലോ, ഞാൻ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്, ബൈപ്പാസ് ഉണ്ടാക്കിയത്. എനിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും അവരുടെ ആരുടെയും ഓർമ്മശക്തിയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാനിവിടെ ആദ്യം വരുമ്പോൾ 96-ലെ സ്ഥിതി എന്താ, കോളറ ബാധിച്ച് ആളുകൾ മരിക്കുന്ന കാലമായിരുന്നു അന്ന്. ഏറ്റവും കൂടുതൽ കോളറ ആലപ്പുഴയിൽ ആദ്യത്തെ പരീക്ഷണം തന്നെ അതായിരുന്നു. അന്നവിടെ ബേബി സാറായിരുന്നു ഇറിഗേഷൻ മിനിസ്റ്റർ. ജലത്തിൽ നിന്നാണ് അന്ന് കോളറ വന്നുകൊണ്ട് അന്ന് നമ്മൾ പൈപ്പ് മാറ്റുന്ന പ്രക്രിയ മുതൽ തുടങ്ങിയത്. അതിൽ നിന്ന് വരുന്നുവെന്നാണ് അന്ന് VM സുധീരനും വ്യക്തമായിട്ടുണ്ടായിരുന്നു MP ആയിട്ട്. അദ്ദേഹവും കൂടെ മുന്നിൽ നിന്നിട്ടാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം ആലപ്പുഴയിലുണ്ടാക്കി. ആലപ്പുഴയ്ക്കൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് വലിയ നിലവാരത്തിലേക്ക് UPA ഗവൺമെൻറ് കാലത്ത് അതിന് വലിയ നിലവാരം കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നീട് വന്ന ഗവൺമെൻറ് അത് തുടർന്നു പോലും. സത്യം ബൈപ്പാസും അത് തന്നെ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് നമുക്കറിയാം, മെഡിക്കൽ കോളേജിൽ ആലപ്പുഴയിൽ പോയാൽ അപ്പോൾ തന്നെ എറണാകുളത്തെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയാൻ പോയി. കാരണം അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടാണ് PMSSY എന്ന് പറഞ്ഞ പദ്ധതി തന്നെ ഉണ്ടാക്കി. UPA ഗവൺമെൻറ് കാലത്ത് അന്നത്തെ രാഷ്ട്രപതിയെ കൊണ്ടുവന്ന് ഇവിടെ തലക്കല്ലിടിപ്പിച്ച് 250 കോടിയോളം രൂപ വരുന്ന അത്യന്താധുനികമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ആശുപത്രിയാക്കി ഇതിനെ മാറ്റിയത്. വിനോദസഞ്ചാര മേഖലയിലായാലും ആലപ്പുഴയിലെ മറ്റു മേഖലകളിലായാലും ഒക്കെ തന്നെ, ഞാനിപ്പോൾ എണ്ണി കാര്യങ്ങൾ പറയില്ല, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനേക്കാൾ ഉപരിയായി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരു സഹോദരനായി, മകനായി നിൽക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശ്വാസത്തോടെ പറയാൻ സാധിക്കും. അതിന് എനിക്ക് ആലപ്പുഴയെന്നും നൽകിയ പിന്തുണ, ശക്തി, വിശ്വാസം, അതിലെത്രമാത്രം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ പൂർണ്ണ സംതൃപ്തി എനിക്കെന്നല്ല ആർക്കും ഉണ്ടാകില്ല, എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സ്നേഹവും വാത്സല്യവും അവസാനം മരിച്ച് മണ്ണിനടിയിൽ പോകുന്നതുവരെ സൂക്ഷിക്കുക എന്നുള്ള ഏറ്റവും നന്ദിപൂർവമായ സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് ഞാൻ വിനയത്തോടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ ഒരുങ്ങുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് ബുദ്ധിമുട്ട് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റേതായ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികളുണ്ട്, നിങ്ങൾക്കറിയാതെ. UDF നിശ്ചയിക്കുന്ന രീതിയുണ്ട്, അതിനോടൊപ്പം എൻ്റേതായിട്ടുള്ള ചെറിയ രീതികളുമുണ്ട്. അത് രാവിലെ തുടങ്ങിയാൽ അർദ്ധരാത്രി വരെ കംപ്ലീറ്റ് കണ്ടിന്യൂസായി ഇലക്ഷൻ തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ ഇവിടെ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം അത് പൂർണ്ണമായിട്ടും എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ ഞാൻ ഇന്ന് രാത്രി എനിക്ക് മുംബൈയിലോട്ട് പോകണം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വൻതോതിലുള്ള സമാപനമാണ് മുംബൈയിൽ 27-ാം തീയതി. നാളെ മഹാരാഷ്ട്രയിലത്തെ സഖ്യ ചർച്ചകളുടെ അവസാന ചർച്ചയ്ക്ക് എനിക്ക് പോയേ പറ്റൂ.
ഇങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് ഈ മത്സരം എന്നുള്ളതുകൊണ്ട് പഴയതുപോലെ എല്ലായിടത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഇന്ന് തന്നെ അനിയപ്പൻ്റെ അമ്മ മരിച്ചു, നമ്മുടെ വടക്കില്ലേ. ഇന്നലെ രാത്രി ഞാൻ അനിയപ്പനെ വിളിച്ചു, അപ്പോൾ തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം തന്നെ. ഇന്ന് പോകണമെന്ന് രാവിലെ വിചാരിച്ചു, അപ്പോഴാണ് ഒരുപാട് പരിപാടികൾക്ക് പോകാൻ പറ്റിയില്ല. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ പരിമിതി മനസ്സിലാക്കി നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ഷമിക്കില്ലേ? അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നതിനുപരിയായി നിങ്ങൾ ഓരോരുത്തരും സ്വയം സ്ഥാനാർത്ഥികളായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ, ഇന്നലെ കർണാകപ്പള്ളിയിൽ മഹേഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം ഓരോരാളും KC വേണുഗോപാലായിട്ട് പരകായ പ്രവേശം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ആ അത് വെച്ച് ഞാൻ ഒളിച്ചോടി പോകത്തൊന്നുമില്ല, ഇവിടുന്ന് മാറി നിൽക്കത്തുമില്ല. ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പോൾ അത് മനസ്സിലാക്കി അംഗീകരിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി എന്നെ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയക്കാൻ സഹായിക്കണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ആ ജൈത്രയാത്രയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കൺവീനർ അഡ്വക്കേറ്റ് R. സനൽകുമാറിനെ ക്ഷണിക്കും. ഈ സമയക്കുറവ് മൂലം മുഴുവൻ എല്ലാവരുടെയും പേരുകൾ വായിക്കാം. നമ്മുടെ സബ് കമ്മിറ്റികൾ പിന്നീടേ ഉണ്ടാക്കിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ മുഖ്യ രക്ഷാധികാരികൾ അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ്, C. A. ഷുക്കൂർ, അഡ്വക്കേറ്റ് M. ലിജു, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, C. A. M. നസീർ, C. M. J. ജോബ്, അഡ്വക്കേറ്റ് D. സുഗതൻ, പ്രൊഫസർ നെടുമുടി ഹരികുമാർ, അഡ്വക്കേറ്റ് R. ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് C. K. ഷാജിമോഹൻ, C. R. രാജശേഖരൻ. രക്ഷാധികാരികൾ ശ്രീമതി മോളി ജേക്കബ്, C. P. J. മാത്യു, C. സഞ്ജീവ് ഭട്ട്, സുനിൽ ജോർജ്, A. K. ബേബി, C. S. സുബാഹു, P. സാബു, അഡ്വക്കേറ്റ് ഇസാമുദ്ദീൻ, മുഹമ്മദ് കൊച്ചുകളം, അഡ്വക്കേറ്റ് A. റസാഖ്, S. A. അബ്ദുൽ സലാം ലബ, ബഷീർ തട്ടാപറമ്പിൽ, സഫീർ പിടിയേക്കൽ, അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ, കളത്തിൽ വിജയൻ, R. ചന്ദ്രൻ, C. തോമസ് ചുള്ളിക്കൽ. ചെയർമാൻ കമാൽ എമ്മാക്കിയിൽ. ജനറൽ കൺവീനർ UDF കൺവീനർ R. സനൽകുമാർ. കോഓർഡിനേറ്റേഴ്സ് C. V. മനോജ് കുമാർ, T. A. ഹാമിദ്. വർക്കിംഗ് ചെയർമാൻ C. A. M. നൌഫൽ. വൈസ് ചെയർമാൻമാർ C. പ്രദീപ്, C. S. പ്രഭുകുമാർ, C. A. M. C. ഷാമോൻ സിദ്ദീഖ്, C. മുരളി പരിയാത്ത്, C. അലക്സ് വിനാംസി, ശ്യാം കുമാർ B. ബാക്കി മുഴുവൻ ആളുകളുടെയും പേര് ഇവിടെ ഈ നോയമ്പ് തുറക്കേണ്ട സമയമായതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും പേര് വായിക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ആളുകളെയും, എല്ലാ നേതാക്കന്മാരെയും, എല്ലാ പ്രധാന നേതാക്കന്മാരെയും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നോമ്പ് തുറയുടെ സമയമായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വഴിമാറാൻ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. വളരെ വിപുലമായ ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി ഈ ലിസ്റ്റ് പൂർണ്ണമാക്കുന്നതാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ വായിച്ച ഈ ലിസ്റ്റ് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട AN പുരം ശിവകുമാറിനെ ക്ഷണിക്കും. നമ്മുടെ യോഗത്തിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. കാര്യം നമ്മുടെ നോയമ്പ് വിടുന്ന സമയമായി കഴിഞ്ഞു. ഏതായാലും ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ KC നാളെ മുതൽ നമ്മളെല്ലാം KC ആകുകയാണ്. KCയുടെ ഭൂരിപക്ഷം കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായി മാറണം. നമ്മൾ മത്സരിക്കേണ്ടത് വയനാടുമായിട്ടായിരിക്കണം. വയനാട്ടിൽ അതേ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ നിന്നും KC വേണുഗോപാൽ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ പര്യവസാനിച്ചത് അറിയിക്കുന്നു.